ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ടീ ആണ് തയ്യാറാക്കുന്നത്. പൂനെയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള തന്തൂരി ടീ. എന്നാൽ ശരി, നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ തന്തൂരി ടീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലൊരു മൺകലമാണ്. ഇതുപോലെ ചെറിയൊരു മൺകലമാണ് ആവശ്യം. ഇത് വന്നിട്ട് സാധാരണ തന്തൂരി ടീ തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ കനലിലിട്ടിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഗ്യാസ് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ചൂടാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചായ ഇട്ട് കഴിയുന്നത് വരെയും അത് ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. അത്രയ്ക്കും അത് ചൂടാക്കി എടുക്കണം. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്നാൽ ശരി, നമുക്കിത് ചൂടാക്കി എടുക്കാം. ഇതിങ്ങനെ ഇരുന്ന് ചൂടാകട്ടെ. ഈ ടൈം കൊണ്ടിട്ട് നമുക്ക് ചായ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ തന്തൂരി ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പാലാണ് ചേർത്തിട്ടുള്ളത്. ഈ 2 ഗ്ലാസ് പാലിന് 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഏലക്ക കൂടി ചേർക്കാം. 1/2 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത് കൂടി. കൂടെ തന്നെ ആവശ്യത്തിന് തേയില കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ ചായ ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും ഈ തേയിലയുടെ കടുപ്പമെല്ലാം ഈ ചായയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ചായ ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അരിച്ചതിന് ശേഷം ഇനി നമുക്ക് മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ബൗളിനുള്ളിലേക്ക് ചൂടോടെ തന്നെ നമ്മുടെ ഈ മൺകലം എടുത്ത് വെക്കാം. ഇത്രയും സമയം വരെയും ഫ്ലെയിമിലിരുന്നിട്ട് ഹീറ്റായിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് ചായ ഒഴിച്ചു കൊടുക്കാം. മൺകലത്തിൻ്റെ ചൂട് കൊണ്ടിട്ടാണ് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തന്തൂരി ചായ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു സ്മോക്കി ഫ്ലേവറാണ്. ആ മൺകലത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറാണ് നമുക്ക് ഈ ചായയിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇതൊരു കപ്പിലേക്ക് സെർവ് ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ തന്തൂരി ചായക്ക്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.